പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. KPM മുസ്തഫയുടെ ഹർജി ഹൈക്കോടതി തള്ളി. ശ്രീകാന്ത് പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ വിധിയുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണു, നിലവിലിപ്പോൾ വരുന്ന വിവരമനുസരിച്ച് പ്രാഥമികമായ വിവരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസകരമായ വിധിയാണ് ജസ്റ്റിസ് CF സുധയുടെ ബെഞ്ചിൽ നിന്നും വന്നിട്ടുള്ളത്. മറിച്ച് KPM മുസ്തഫയുടെ ഹർജി ഇപ്പോൾ തള്ളുകയും ചെയ്തിരിക്കുന്നു. 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെയായിരുന്നു KPM മുസ്തഫയുടെ ഹർജി. അദ്ദേഹം പറയുന്നത് ഇതിൽ ഏതാണ്ട് 300 വോട്ടുകളോളം അത് തനിക്ക് വരേണ്ടതായിരുന്നു എന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതി അത് നിലവിൽ ഇപ്പോൾ മുഖവിലക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും ഈ ഉത്തരവിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ KPM മുസ്തഫയ്ക്ക് എതിരായാണ് നിലപാട് കൈക്കൊണ്ടത്. അതിനാൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് കോടതിയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ വിധിയുടെ പൂർണ്ണമായ പകർപ്പ് വരേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ മാത്രമേ എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ, കോടതി ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് കാരണം എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. 340 തപാൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. KPM മുസ്തഫയുടെ വാദം 38 വോട്ടുകൾക്കാണ് ലീഗ് സ്ഥാനാർത്ഥി അന്ന് വിജയിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഏറ്റവും ശ്രീകാന്തിലേക്ക് വരാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണെന്ന് തോന്നുന്നു ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. കാര്യങ്ങളിലും നജീബ് കാന്തപുരം വലിയ തരത്തിൽ അവിടുത്തെ ജനങ്ങളെ സേവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പം അതിനൊക്കെ കൂടിയുള്ളൊരു അംഗീകാരമായിട്ട് കൂടി ഈ കോടതി വിധിയെ നമുക്ക് കാണാവുന്നതാണ്. നജീബിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണമാണ് കണ്ടത്. നജീബ് കാന്തപുരത്തിന്റെ അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ലീഗ് എന്ന് മാത്രവുമല്ല, ആ ജനവിധി നൽകിയ ജനങ്ങളോടുള്ള ജനങ്ങളുടെ ആ വിധിക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് ഒരിക്കൽ കൂടി സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് ലീഗ് നേതൃത്വത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കും. നജീബ് കാന്തപുരത്തിന്റെ പ്രതികരണത്തിനും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ലീഗിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായ വിധി വന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള KPM മുസ്തഫയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു.